ഇനി കോഴിക്കോടേക്ക് വരുമ്പോൾ അവിടെ NIT-യിലെ വിദ്യാർത്ഥി ആത്മഹത്യകളെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ നിർദ്ദേശം. NIT-യിലെ ചീഫ് വിജിലൻസ് ഓഫീസർക്കാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഏകദേശം 540 കുട്ടികളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട് പുറത്തുപോയത്. അതോടൊപ്പം തന്നെ 7 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. ഇത്തരം പ്രയാസകരമായ സാഹചര്യം ഉണ്ടാകുന്നതിന് കാരണം വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിനപ്പുറത്തേക്ക് മാനസിക സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിലുള്ള സമീപനം അധ്യാപകർ സ്വീകരിച്ചതിനാണ്. ഈ അധ്യാപകർക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഏജൻസികളെ ബന്ധപ്പെടുകയും ആ ഏജൻസികൾ ഈ പരാതി പരിശോധിക്കുകയും ഇത് വളരെ ഗൗരവമുള്ള പരാതിയാണ് എന്ന അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്വാഗതാർഹമായ കാര്യമാണ്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഒരിടയ്ക്ക് വലിയ വിവാദമായിരുന്നു NIT-യിലെ വിദ്യാർത്ഥി ആത്മഹത്യകൾ. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും ജിൽസി, രാജ്യത്തെ പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടക്കുന്ന ഈ വിദ്യാർത്ഥി ആത്മഹത്യ വലിയ ചർച്ചയായ വിഷയങ്ങളാണ്. അതേ തുടർന്നാണ് കാലിക്കറ്റ് NIT-യിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ ഒരു പരാതി നാഷണൽ വിജിലൻസ് കമ്മീഷന് നൽകുന്നത്. ആ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായി 7 വിദ്യാർത്ഥികളാണ് കാലിക്കറ്റ് NIT-യിൽ മാത്രം ആത്മഹത്യ ചെയ്തത്. ആ 7 വിദ്യാർത്ഥികളുടെ ആത്മഹത്യാശ്രമം ഉണ്ടായി. അങ്ങനെ 14 ആത്മഹത്യാശ്രമങ്ങളും അതിൽ 7 പേരുടെ ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിയും ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ ഒരു പരാതി നാഷണൽ വിജിലൻസ് കമ്മീഷന് നൽകുന്നത്. ആ പരാതിയിലാണ് സെൻട്രൽ വിജിലൻസ് ഓഫീസർ, അതായത് കാലിക്കറ്റ് NIT-യിലെ സെൻട്രൽ വിജിലൻസ് ഓഫീസറോട് ഈ പരാതി അന്വേഷിക്കണം, അതായത് വിദ്യാർത്ഥികളുടെ ആത്മഹത്യ അന്വേഷിക്കണമെന്ന് നാഷണൽ വിജിലൻസ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. NIT-യിലെ ചീഫ് വിജിലൻസ് ഓഫീസർ ആയിരിക്കും ഇനി ഒരുപക്ഷെ ഈ വിദ്യാർത്ഥി ആത്മഹത്യയിൽ ഒരു അന്വേഷണം നടത്തുക. അതിനുശേഷമായിരിക്കും എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളോ ഒന്നും തന്നെ ഇല്ലേ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രഷറാണ് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത്, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു അന്വേഷണം ഉണ്ടാവുക. ഏതായാലും 540 വിദ്യാർത്ഥികൾ കഴിഞ്ഞ 10 വർഷത്തിനിടെയായി കാലിക്കറ്റ് NIT-യിൽ നിന്നും ഈ പഠനം അവസാനിപ്പിച്ച് പാതി വഴിയിൽ അവസാനിപ്പിച്ച് ഈ പഠനം നിർത്തിപ്പോയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി ഈ പരിശോധനയുടെ ഭാഗമായി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പഠനം വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സുഗമമാക്കുന്ന അല്ലെങ്കിൽ അതിന് തടയിടുന്ന ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധനയുടെ ഭാഗമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലിന്റെ പരാതിയിൽ ഇപ്പോൾ നാഷണൽ വിജിലൻസ് കമ്മീഷൻ ചീഫ് വിജിലൻസ് ഓഫീസറോട്, കാലിക്കറ്റ് NIT-യിലെ ചീഫ് വിജിലൻസ് ഓഫീസറോട് അന്വേഷിക്കണമെന്ന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇനി തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായി കാലിക്കറ്റ് NIT-യിൽ നടക്കുന്ന വിദ്യാർത്ഥി ആത്മഹത്യയും അതോടൊപ്പം തന്നെ ആത്മഹത്യാ ശ്രമങ്ങളും അതുപോലെ വിദ്യാർത്ഥികൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചതും ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാവുക.